Hi dears, welcome back to our channel. എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ഒരു വെറൈറ്റി ഡിസൈൻ ആണ്, ഒരു സ്റ്റഡ് ഇയറിംഗ് ആണ് ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവുന്ന ഒരു ഡിസൈൻ ആണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേറ്റ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ മെറ്റീരിയൽസ് നോക്കാം. വൈറ്റ് ക്രിപ്പ് ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. 8 mm സൈസും 2 mm സൈസും വരുന്നത്. പിന്നെ മെറ്റൽ വയറാണ് ഗോൾഡൻ കളർ, 0.3 mm തിക്നെസ് വരുന്ന ഗോൾഡൻ കളർ മെറ്റൽ വയറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ഇയർ സ്റ്റഡ് ബേസ് വേണം. പിന്നെ ഗ്ലൂ, സിസേഴ്സ്, ഇത്രയും മെറ്റീരിയൽസാണ് നമുക്കിന്ന് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഈ മെറ്റൽ വയർ ഒരുപാട് കട്ടിയൊന്നുമില്ലാത്ത മെറ്റൽ വയറാണ്. അത് നമുക്ക് കുറച്ച് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 45 cm ലെങ്ത്തിലേക്കാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതിനുശേഷം ഈ വലിയ മുത്തെടുത്ത് അതിൻ്റെ ഉള്ളിൽ കൂടെ കോർത്ത് നമുക്ക് ഇവിടെ ഒന്ന് ലോക്കാക്കി വെക്കണം മെറ്റൽ വയർ. അപ്പോൾ ഈ മെറ്റൽ വയർ ഒന്ന് കോർത്ത ശേഷം അതിന് ചെറിയ അറ്റം, 2 അറ്റവും കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റി വെക്കുക. എക്സ്ട്രാ വരുന്ന ആ ഒരു അറ്റം ഉണ്ടല്ലോ, നമ്മളത് കട്ട് ചെയ്ത് മാറ്റേണ്ടത് അവിടെ ഇരുന്നോട്ട് നമുക്ക് ലാസ്റ്റ് ആവശ്യം വരും. അതിനുശേഷം നമുക്ക് ഈ ഇടയിലൂടെ ഈ ഹോൾ കൂടെ ഇട്ടിട്ട് നമുക്കൊരു 2-3 പ്രാവശ്യം ഇതൊന്ന് ചുറ്റി ഒന്ന് നല്ല ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നല്ലോണം ചുറ്റി ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ കുറച്ച് കട്ടിയുള്ള മെറ്റൽ വയർ ആണെങ്കിൽ നമുക്കിതുപോലെ 3 റൗണ്ടൊന്നും ചുറ്റേണ്ട ആവശ്യമില്ല. ഒരു റൗണ്ടൊക്കെ ചുറ്റിയാൽ തന്നെ ഒരു ഗ്രിപ്പ് ആവും. ഇത് കുറച്ചുകൂടി നല്ല തിന്നായതുകൊണ്ട് കുറച്ചിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിയൊക്കെ പോകുന്നത് കൊണ്ടാണ് ഞാനിവിടെ 3 റൗണ്ട് ചുറ്റുന്നത്. അപ്പോൾ ഈ 3 റൗണ്ട് നമ്മൾ കണ്ടിന്യൂസ് റൗണ്ടല്ല, ഓരോ പ്രാവശ്യം ഹോളിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടിട്ടാണ് നമ്മൾ ഈ ഓരോ ഭാഗത്തായിട്ട് 2 ഭാഗത്തും വേറെ വേറെ 3 റൗണ്ട് ചുറ്റി സ്റ്റഡിയാക്കി എടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ മുത്ത് കോർത്ത് തുടങ്ങുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ 2 ഭാഗത്തും ഈ 3 ലെയർ കോർത്ത് കഴിഞ്ഞു. ഇനി നമുക്ക് മുത്ത് കോർക്കാം. അപ്പോൾ ആദ്യം തന്നെ ഒരു വൈറ്റ് കളർ 2 mm സൈസ്, ഞാൻ 10 ബീഡ്സ് ആട്ടോ എടുത്തിരിക്കുന്നത്. കറക്റ്റ് 2 mm സൈസ് വരുന്ന 10 മുത്താണ് നമ്മളിവിടെ ഒരു കമ്മലിൽ കോർക്കുന്നത്. എത്ര വേണമെങ്കിലും കോർക്കാം. അത്രയും തിക്നെസ്, അതായത് കൂടുതൽ നല്ല ബഞ്ചായിട്ടിരിക്കുന്ന പോലെയാണെങ്കിൽ കൂടുതൽ മുത്ത് കോർക്കാം. അല്ലെങ്കിൽ കുറച്ച് ഇത്രയും മുത്തുകൾ വേണ്ട, ചെറുതായിട്ട് 3-4 മതിയെങ്കിൽ അങ്ങനെയും കോർക്കാം. അപ്പോൾ ആദ്യം ഒരു മുത്ത് കോർക്കുക. അതിനുശേഷം ഇതുപോലെ ഇങ്ങനെ ഒന്ന് ചുറ്റിയ ശേഷം നമ്മൾ ചുറ്റി വെച്ചിരിക്കുന്ന ഈ 3 ലെയർ ഉണ്ടല്ലോ, അതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് വേണം നമുക്ക് ഒന്ന് എടുക്കാൻ. അപ്പോൾ ഇത് ഓരോ പ്രാവശ്യം ചുറ്റുമ്പോഴും ഇങ്ങനെ ഇടയിൽ കൂടെ എടുത്ത് ലോക്കാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകൂല. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഈ ഗോൾഡൻ വയർ മാത്രം ചുറ്റുന്നുണ്ടല്ലോ, ഒരു സൈഡിൽ മാത്രമേ മുത്ത് വരുന്നുള്ളൂ, ഒരു സൈഡിൽ വെറും ഈ മെറ്റൽ വയർ മാത്രമാണ് കാണുന്നത്. അപ്പോൾ ആ കാണുന്ന മെറ്റൽ വയർ എല്ലാം കൂടി ചേർന്നിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നമ്മൾ എല്ലാ വയറുകളുടെ അടിയിൽ കൂടെ എടുത്തിട്ട് ചേർത്തി ഒന്ന് ചുറ്റി വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ എല്ലാം കൂടി ചേർന്നിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ പരന്ന് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം ഒരു മുത്ത് കോർക്കുക, ഇതുപോലെ ഒന്ന് ചുറ്റുക, ഇടയിൽ കൂടെ എടുത്ത് ഇതൊന്ന് ലോക്കാക്കി വെക്കുക. അതിനുശേഷം വീണ്ടും നെക്സ്റ്റ് മുത്ത് കോർക്കുക, വീണ്ടും റൗണ്ടിൽ കോർക്കുക, ഇങ്ങനെ 2-3 മുത്ത് കോർക്കുക. അപ്പോൾ ഈ 3 മുത്ത് വരെയൊക്കെ കുറച്ച് ഈ ചുറ്റുന്നത് ലൂസായിട്ടൊക്കെ ഇരിക്കും, അതൊന്നും കാര്യമാക്കണ്ട. നമ്മൾ ഓരോ റൗണ്ട് കൂടുതൽ ചുറ്റും തോറും ഈ മുത്തുകളിലെ കുറച്ചുകൂടി നല്ല ടൈറ്റായിട്ട് ഇരുന്നോളും. അപ്പം നമ്മളിങ്ങനെ കോർത്ത് വന്നു കഴിഞ്ഞാൽ ഒരു 3 എണ്ണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ കോർക്കുന്നത്, ഈ കോർത്ത് വെച്ചിരിക്കുന്ന മുത്തുകളുണ്ടല്ലോ, ചെറിയ മുത്ത്, അതിൻ്റെ ഇടയിൽ കൂടെ വേണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുക്കാൻ. അപ്പോൾ ഈ മുത്തുകൾ ചേർന്നിരിക്കാതെ കുറച്ച് ഡിസ്റ്റൻസിൽ ഇരുന്നോളും. അപ്പോൾ തമ്മിൽ ഗ്യാപ്പ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മുത്തുകളുടെ ഇടയിൽ കൂടെ എടുക്കുന്നത്. നമ്മൾ ഒരേ ഭാഗത്ത് കൂടെ സ്ട്രെയിറ്റായിട്ട് ചുറ്റിക്കൊണ്ടിരുന്ന ഈ കോർക്കുന്ന മുത്തുകളെല്ലാം ഇങ്ങനെ ചേർന്ന് മുട്ടിയിരിക്കും. അപ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ ഇടയിൽ കൂടെ എടുക്കുമ്പോൾ അവർ തമ്മിലൊരു ഗ്യാപ്പ് അവിടെ വരും. അപ്പോൾ ഇതേ പ്രൊസീജിയറാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. ഈ കമ്മൽ മുഴുവനായിട്ടും നമ്മൾ ഈ ഓരോ മുത്തുകൾ കോർക്കുമ്പോഴും ഈ മുത്തുകളുടെ ഇടയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ക്രോസാക്കി എടുക്കുക. പിന്നെ പരന്നു പോകാതിരിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് എല്ലാം ഈ മെറ്റൽ വയറുകളും ചേർത്ത് അതിൻ്റെ അടിയിൽ കൂടെ എടുത്തിട്ട് നമുക്കിങ്ങനെ വലിച്ച് ടൈറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ മെറ്റൽ വയർ നമ്മൾ ഈ മുത്തിൻ്റെ ചുറ്റും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചുറ്റുന്നൊന്നുമില്ല. നമ്മൾ ഈ മുത്ത് വരുന്ന ഭാഗത്ത്, ചെറിയ മുത്ത് വരുന്ന ഭാഗത്ത് മാത്രം ചുറ്റിയാലും മതി. പക്ഷെ നമ്മൾ ഇടുന്ന സമയത്ത് ലാസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ മുത്തിൻ്റെ ചുറ്റും ഈ ഒരു ഗോൾഡൻ കളർ വരുന്നതാണ് അതിൻ്റെ ഒരു ലുക്ക് നന്നായിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ഭാഗത്ത് എംറ്റി ആയിട്ടിരിക്കും, വലിയ മുത്തും താഴെ ഒരു ഭാഗത്ത് മാത്രം കുഞ്ഞു മുത്തുകളും വരുമ്പോൾ ഈ മുകൾ ഭാഗത്ത് ഒന്നുമില്ലാതെ ഒരു ഫിനിഷിംഗ് ഇല്ലാത്ത ഒരു ലുക്കായിരിക്കും. അതുകൊണ്ടാണ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ചുറ്റിയത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് മാത്രം കുഞ്ഞു മുത്ത് വരുന്ന പോലെ തന്നെ നമുക്ക് ഈ വലിയ മുത്തിൻ്റെ ചുറ്റും കണ്ടിന്യൂസ് ആയിട്ട് എല്ലാവരുടെയും ഒരേപോലെ ഈ ചെറിയ മുത്തുകൾ വേണമെങ്കിലും കോർക്കാം. നമ്മൾ മുകളിലും മെറ്റൽ വയർ ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് കോർക്കുന്നുണ്ട്, അവിടെയും വേണമെങ്കിൽ നമ്മൾ ഈ കോർക്കുന്ന സമയത്ത് തന്നെ ഓരോ കുഞ്ഞു മുത്തുകൾ കോർക്കുകയാണെങ്കിൽ ഇതേ ഡിസൈൻ തന്നെ ഒരു മുത്തിൻ്റെ റൗണ്ടിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കോർത്തെടുക്കാൻ പറ്റും. അതും നല്ല ഭംഗിയായിരിക്കും കാണാൻ, കാരണം നല്ല റൗണ്ടിൽ ആ ഒരു ഡിസൈൻ വരും. അപ്പോൾ അതും ഇതിൽ കൂടെ ചെയ്തു പോകുന്ന വീഡിയോ ലെങ്തി ആയി പോകും. അതുകൊണ്ട് ആ ഡിസൈൻ ഞാൻ സെപ്പറേറ്റ് കാണിക്കുന്നില്ല. അപ്പോൾ ഇതിൽ ചെയ്യുന്ന അതേപോലെ തന്നെയാണ്
മുത്തുകൾ ചുറ്റും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു സൈഡ് കോർക്കുന്ന പോലെ മറ്റേ ഭാഗത്തോട്ട് കോർത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടും. ഇനി സെപ്പറേറ്റ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാനത് വേറെ വീഡിയോ തനിയെ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഈ നടുവിൽ കോർക്കുന്ന നമ്മൾ വൈറ്റ് കളർ വലിയ മുത്തിന് പകരം ക്രിസ്റ്റൽ അല്ലെങ്കിൽ സ്റ്റോണൊക്കെ നമുക്ക് കിട്ടും. ഇതുപോലെ ഹോളുള്ള വലിയ സ്റ്റോണൊക്കെ ഉണ്ടാവും. ആ സ്റ്റോൺ അല്ലെങ്കിൽ ക്രിസ്റ്റൽ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അതാണെങ്കിലും നല്ല ഭംഗിയായിരിക്കും. പിന്നെ നമ്മൾ ഈ സ്റ്റഡ് ആകുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ഇയർ സ്റ്റഡിൽ, അതായത് പ്ലെയിൻ സ്റ്റഡ് വാങ്ങിക്കാൻ കിട്ടും. അതിലാണ് ഒട്ടിക്കുന്നത്. അതിന് പകരം ഈ പഴയ പൊട്ടിപ്പോയ റിംഗ് ഒക്കെ ഉണ്ടാവുമല്ലോ, ഫിംഗർ റിംഗ്, അതിൻ്റെ നമ്മൾ ഈ സ്റ്റോണുള്ളതൊക്കെ വാങ്ങിച്ചിട്ട് ഈ റിങ്ങിൻ്റെ ബേസ് മാത്രം വാങ്ങിച്ചിട്ടാണെങ്കിലും അല്ലെങ്കിൽ പഴയ റിംഗ് ഉണ്ടെങ്കിലും അതിൽ നമുക്ക് ഇതേ ഡിസൈന് റൗണ്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ചെറിയ മുത്തുകൾ കോർത്തിട്ട് ഒട്ടിക്കുകയാണെങ്കിൽ റിങ്ങിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ ഗ്ലൂ ആക്കി ഒട്ടിക്കുകയാണെങ്കിൽ നമുക്ക് മോതിരമായിട്ടും യൂസ് ചെയ്യാം. അതും നല്ല ഭംഗിയായിരിക്കും. സെയിം ഡിസൈനിൽ തന്നെ നമുക്ക് കമ്മലാണെങ്കിലും മോതിരമായിട്ടും യൂസ് ചെയ്യാം. അതല്ലാതെ ഇതേപോലെ ഒരു ലോക്കറ്റ് പോലെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇതൊന്നും ഉണ്ടാക്കിയിട്ട് നമ്മൾ പ്ലെയിൻ ചെയിനിൽ അല്ലെങ്കിൽ കുഞ്ഞ് വൈറ്റ് മുത്ത് കോർത്തിട്ട് നമ്മളിപ്പോൾ കമ്മലുണ്ടാക്കിയ ഇതേപോലെ ഒരു മുത്ത് മാത്രം കോർത്ത് അത് ഈ ചെയിനിൽ നമ്മൾ ലോക്കറ്റാക്കി കോർത്തിടുകയാണെങ്കിലും ഭംഗിയായിരിക്കും. അപ്പോൾ നമുക്കിങ്ങനെ സെറ്റായിട്ട് മാലയും കമ്മലും മോതിരമായിട്ട് നമുക്കിതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഡിസൈൻ പറഞ്ഞാൽ നമുക്ക് ഒരുപാട് മെറ്റീരിയൽസിൻ്റെ ആവശ്യമൊന്നുമില്ല. കുറച്ച് മുത്തും ഒരു മെറ്റൽ വയറും ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. പിന്നെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക സമയമൊന്നും ഉണ്ടാക്കിയെടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ കുറച്ച് മുത്തും മെറ്റൽ വയറും പിടിച്ച് നമ്മൾ ടി വി ഒക്കെ കാണുന്ന സമയത്ത് ഫ്രീ ടൈമിൽ ചുമ്മാ അങ്ങനെ ടി വി കാണുന്ന സമയത്ത് തന്നെ നമുക്കിങ്ങനെ ചുറ്റി ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. പ്രത്യേകിച്ച് സമയം കണ്ടെത്തി ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല ഡിസൈനുമാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ഡിസൈനാണ്. ഈ ചാനൽ തുടങ്ങിയ സമയം മുതൽ തന്നെ എൻ്റെ മനസ്സിലുള്ളൊരു ഡിസൈനായിരുന്നു. ഇപ്പോഴാണ് അത് ചെയ്യാൻ പറ്റിയത്. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. എപ്പോഴും പറയുന്നതാണ്. എൻ്റെ സ്ഥിരമായിട്ട് കമൻറ്റ് ഇടുന്ന കുറേ വ്യൂവേഴ്സ് ഉണ്ട്. അവരോടൊക്കെ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് എപ്പോഴും. അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ നമ്മളെല്ലാം കംപ്ലീറ്റ് ചുറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ സ്റ്റഡ് ബേസ് ഉണ്ട്. ഇത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും 2 രൂപയ്ക്കുള്ളൂ കേട്ടോ. ഈ ബേസിന് ചെറുതിന് കുറച്ചുകൂടി വലുതൊക്കെ ആകുമ്പോൾ 5 രൂപ 10 രൂപ ആ ഒരു ലെവലിലൊക്കെ കൂടി വരും. അപ്പോൾ നമ്മൾ അതിൽ ഗ്ലൂ ആക്കുക. എന്നിട്ട് നമ്മൾ ഈ കോർത്തത് അതിലോട്ട് ഒട്ടിക്കുകയാണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കമ്മൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇഷ്ടമെങ്കിൽ മറക്കണ്ട ലൈക്ക് ചെയ്യാൻ, പിന്നെ ഷെയർ ചെയ്യാനും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഞാൻ പറയാൻ, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ, താങ്ക് യു, ടേക്ക് കെയർ.